ഇന്ന് നമ്മൾ ഒരു വ്യത്യസ്തമായ സൈക്കോളജിക്കൽ ഹൊറർ മൂവിയാണ് കാണുവാൻ പോകുന്നത്. തുടക്കം മുതൽ തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പ്രതീക്ഷിച്ച് ഒന്നും മനസ്സിലാകാതെ കൊണ്ടുപോയി ക്ലൈമാക്സിൽ ഒരു കിളിപാറും ട്വിസ്റ്റ് വയ്ക്കുന്നു. ആ ട്വിസ്റ്റ് നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് ഗംഭീരമായ ഒരു മൂവിയാണിത്. മൂവിയുടെ തുടക്കത്തിൽ ഒരാൾ തൻ്റെ വീട്ടിലിരിക്കുന്നു. പുറത്ത് നല്ല മഴയും കാറ്റും അടിക്കുന്നു. അപ്പോൾ വാതിലിൽ ആരോ മുട്ടുന്നു. ആരാണെന്ന് വാതിൽ തുറന്നു നോക്കുമ്പോൾ ഒരു സുന്ദരിയായ പെൺകുട്ടി മഴ നനഞ്ഞു നിൽക്കുന്നു. മഴ പെയ്യുന്നതിനാൽ ഞാൻ കുറച്ചു നേരം നിങ്ങളുടെ വീട്ടിലിരിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അയാളും അതിനു സമ്മതിക്കുന്നു. അതിനുശേഷം ഇവർക്കിടയിൽ നടന്ന സംഭവമാണ് ഈ മൂവിയുടെ മുഴുവൻ കഥയും. ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥയുടെ തുടക്കത്തിൽ കാറിനുള്ളിൽ ആരോ ഇരിക്കുന്നു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അതോടൊപ്പം പുറത്ത് ഒരാൾ നിൽക്കുന്നു. അയാൾ കാറിന് നേർക്കാണ് വരുന്നത്. പെട്ടെന്ന് ഈ സീനിൽ നിന്ന് വേറെ സീനിലേക്ക് പോകുന്നു. കാറിനുള്ളിൽ ആരിയ്ക്കുന്നുവെന്നോ പുറത്താര് നിൽക്കുന്നുവെന്നോ നമ്മൾക്ക് ഇപ്പോൾ മനസ്സിലാകില്ല. വഴിയെയാണ് മനസ്സിലാകുക. കഥ അങ്ങനെ തന്നെ ഒരു വാൻ പോലെയുള്ള ഒരു വീട്ടിലേക്ക് പോകുന്നു. അവിടെ താമസിക്കുന്ന ഇയാളുടെ പേരാണ് പാട്രിക്. ആ സമയം നല്ല തണുപ്പുണ്ടായിരുന്നു. അയാൾ റേഡിയോയിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. പാട്രിക് അപ്പോൾ തൻ്റെ കയ്യിൽ നോക്കുന്നു. ചെറിയൊരു കുപ്പിയിൽ മയക്കുമരുന്നുണ്ട്. അളവിനധികമായി ഇത് യൂസ് ചെയ്താൽ തീർച്ചയായും മരിച്ചു പോകും. ഇത് പാട്രിക് കയ്യിൽ വെച്ച് എന്തോ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. അതിനുശേഷം തൻ്റെ പോക്കറ്റിൽ വെക്കുന്നു. അപ്പോൾ പെട്ടെന്ന് അയാളുടെ വീടിൻ്റെ വാതിലിൽ ആരോ മുട്ടുന്നു. പാട്രിക് അങ്ങോട്ട് പോകാതെ അവിടെ ഇരുന്നു കൊണ്ട് ആരാണെന്ന് ഒച്ചയിടുമ്പോൾ പുറത്തുനിന്ന് ഒരു റിപ്ലൈയും ഇല്ല. മര്യാദയ്ക്ക് അവിടെ നിന്ന് പൊയ്ക്കുള്ളൂ, ഇല്ലെങ്കിൽ ശരിയാക്കി തരാം എന്ന് അയാൾ ഭീഷണിപ്പെടുത്തിയിട്ടും വാതിലിൽ മുട്ടിക്കൊണ്ടേയിരുന്നു. ശരി, ആരാണെന്ന് അറിയുവാൻ പാട്രിക് പതുക്കെ ഡോർ തുറന്നു നോക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി നിൽക്കുന്നു. ക്ഷമിക്കണം, എൻ്റെ കാർ റിപ്പയറായി. നിങ്ങൾ നിങ്ങളുടെ കാറിൽ എന്നെ അടുത്തുള്ള ടൗണിൽ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മുടെ പാട്രിക് ഡോർ മുഴുവനായും തുറക്കാതെ വാതിലിനിടയിലൂടെ നോക്കുന്നു. ആ പെൺകുട്ടി വളരെയധികം നനഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി, അകത്തേക്ക് വരൂ എന്ന് പാട്രിക് വിളിക്കുന്നു. ഇപ്പോൾ പാട്രിക്കിന് ഭയം എന്താണെന്നാൽ സമയം രാത്രി 2 മണിയാകുന്നു. പെട്ടെന്ന് വാതിലിൽ തട്ടി ഈ പെൺകുട്ടി വന്നിട്ടുണ്ടല്ലോ എന്ന് പെൺകുട്ടിയുടെ മേൽ ഒരു ഡൗട്ട് വരുന്നു. അതുപോലെ തന്നെ ആ പെൺകുട്ടിക്കും പാട്രിക് കാണാൻ ഒരു സൈക്കോയെ പോലെയുണ്ടല്ലോ, എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് ഭയക്കുന്നു. ഈ പെൺകുട്ടിയുടെ പേര് ഈ മൂവിയിൽ പറയുന്നില്ല. പാട്രിക് ഒരു ടവൽ കൊണ്ടുവന്ന് ആ പെൺകുട്ടിക്ക് കൊടുക്കുന്നു. വേണ്ട വേണ്ട, എനിക്ക് ടവലൊന്നും വേണ്ട. ജസ്റ്റ് നിങ്ങളുടെ കാറിൽ അടുത്ത ടൗണിൽ ഡ്രോപ്പ് ചെയ്താൽ മാത്രം മതി. നിന്റെ ദേഹം മുഴുവൻ നനഞ്ഞിരിക്കുന്നു. എൻ്റെ വീടിൻ്റെ ഫ്ലോറും നീ നനച്ചുകൊണ്ടിരിക്കുന്നു. അതു കാരണമെങ്കിലും ഈ ടവൽ കൊണ്ട് തുടച്ച് കൊള്ളൂ എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി അത് വാങ്ങി തുടയ്ക്കുവാൻ തുടങ്ങുന്നു. അപ്പോൾ പാട്രിക് പറയുന്നു, ആദ്യം നീ എന്നോട് ക്ഷമിക്കണം. ആദ്യം നീ വാതിലിൽ തട്ടിയപ്പോൾ ഞാൻ വളരെ മോശമായി വഴക്ക് പറഞ്ഞു. അടുത്ത വീട്ടിലെ കുട്ടികൾ എപ്പോഴും വാതിലിൽ മുട്ടിയിട്ട് ഓടിപ്പോകും. ഞാൻ വാതിലിൽ തുറന്നു നോക്കുമ്പോൾ ആരെയും കാണില്ല. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നു, അതൊന്നും സാരമില്ല. എന്താണെന്നാൽ നിങ്ങൾ എന്നെ വഴക്ക് പറഞ്ഞത് കേട്ടതേയില്ല. പുറത്ത് അത്രയ്ക്കു മഴയാണ്. അതിനുശേഷം നിങ്ങളുടെ കാറിൽ എന്നെ ഡ്രോപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുന്നു. നീ വളരെ മോശമായ സമയത്താണ് വന്നിരിക്കുന്നത്. എന്താണെന്നാൽ എൻ്റെ കാർ റിപ്പയറായി 2 ദിവസമാകുന്നു. എന്നാൽ ഏതെങ്കിലും ബസ് വരുമോ? എനിക്ക് ബസ്സിൽ പോകുന്നതിന് നൈറ്റ് 2 മണിക്ക് ബസ്സൊന്നും വരികയില്ല എന്ന് അയാൾ പറയുന്നു. അതിനുശേഷം നിന്റെ ഡ്രസ്സെല്ലാം വളരെ നനഞ്ഞിരിക്കുന്നു. നീ അത് ഊരിത്തരികയാണെങ്കിൽ ഞാൻ അത് ഉണക്കിത്തരാം എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി ഡ്രസ്സ് ഊരി കൊടുക്കുന്നു. അപ്പോൾ ആ പെൺകുട്ടി ഉള്ളിൽ സ്വിമ്മിങ് ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് പാട്രിക് കാണുന്നു. നീ സ്വിം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? അതെ, ഞാൻ ഈ മഴ വരുന്നതിന് മുമ്പ് ബീച്ചിൽ കുളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഞാൻ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് മഴ പെയ്തു. കാറും വർക്കായില്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇത് കേട്ട പാട്രിക് 2 മണിക്ക് ബീച്ചിൽ കുളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നോ എന്ന് ഒരു ഡൗട്ട് വരുന്നു. അതുപോലെ തന്നെ ആ പെൺകുട്ടിയും പാട്രിക് മദ്യപിച്ചിട്ടുണ്ട്. ഗ്ലാസ് എല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. ഇവൻ മദ്യപിച്ചിട്ട് എന്ത് ചെയ്യാൻ പോകുന്നുവോ എന്ന് അവൾക്കും ഒരു ഭയം വരുന്നു. അപ്പോൾ പാട്രിക് എന്ത് ചെയ്യുന്നു വെച്ചാൽ അവൾക്ക് കുടിക്കുന്നതിനായി ഒരു ഗ്ലാസ്സിൽ മദ്യം കൊണ്ടുവന്നു വെക്കുന്നു.
തണുപ്പിന് നല്ലതാണ്, കുടിച്ചോളൂ എന്ന് പറയുന്നു. എന്നാൽ അവൾക്ക് ഭയമാകുന്നു. മദ്യത്തിൽ ഇയാൾ എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടാകുമോ എന്ന് വിചാരിച്ച് അവൾ അത് കുടിക്കാതെ, എനിക്ക് നിങ്ങളുടെ ഫോൺ തരുമോ, ഞാൻ ഹെൽപ്പിനായി ഫോൺ ചെയ്ത് ആരെങ്കിലും വിളിക്കട്ടെ. എന്നാൽ നമ്മുടെ പാട്രിക് ഫോൺ കൊടുക്കും എന്ന് വിചാരിക്കുമ്പോൾ കുറച്ച് ചില്ലറ പൈസ എടുത്തു വയ്ക്കുന്നു. എന്നിട്ട് എൻ്റെ കയ്യിൽ ഫോണൊന്നുമില്ല, കോയിൻ ഇട്ട് വിളിക്കുന്ന ഫോൺ പുറത്തുണ്ട്, എന്നാൽ ഇപ്പോൾ പോകാൻ സാധിക്കില്ല, ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടാകും. ഓ അങ്ങനെയാണോ, എങ്കിൽ ഞാൻ പോകുന്നുവെന്ന് ആ പെൺകുട്ടി പറയുമ്പോൾ പാട്രിക് തടയുന്നു. ഈ നേരത്ത് പുറത്തു പോകാൻ പാടില്ല, അത് സേഫ്റ്റി അല്ല എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കരമായ ഇടിവെട്ടുന്നു സൗണ്ട് കേൾക്കുന്നു. ആ സൗണ്ടിനൊപ്പം സ്ത്രീകൾ നിലവിളിക്കുന്ന പോലെയുള്ള ശബ്ദവും ലൈറ്റായി കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പാട്രിക് പറയുന്നു, അടുത്ത വീട്ടിലെ ആളുകളാണ്, അവർക്ക് ഇടിവെട്ട് വളരെ ഭയമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ നിലവിളിക്കുന്നത്. അപ്പോൾ ആ പെൺകുട്ടിയും ഭയക്കുന്നു. ശരി, എൻ്റെ ഡ്രസ്സ് ഉണങ്ങുന്നത് വരെ ഞാൻ ഇവിടെ നിൽക്കാം എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുവാൻ തുടങ്ങുന്നു. അപ്പോൾ ആ പെൺകുട്ടി പാട്രിക്കിനോട്, നിങ്ങൾ ഇവിടെ എത്ര നാളായി താമസിക്കുവാൻ തുടങ്ങിയിട്ട് എന്ന് ചോദിക്കുമ്പോൾ പാട്രിക് ഡൈനിങ് ടേബിളിൻ്റെ അടുത്തിരുന്നിട്ട് തൻ്റെ ജീവിതകഥ പറയുവാൻ തുടങ്ങുന്നു. 20 വർഷമായി ഞാൻ ഇവിടെ താമസിക്കുന്നു. എനിക്ക് ജോലിയൊന്നുമില്ല, ഏത് ജോലി ലഭിച്ചാലും ഞാൻ അത് ചെയ്യും എന്ന് തൻ്റെ കഥകൾ പറയുവാൻ തുടങ്ങുന്നു. അതൊന്നും കേൾക്കാതെ ആ പെൺകുട്ടി ആ വീട്ടിലെ ഷെൽഫിൽ നിറയെ തിങ്സുകളെല്ലാം ഉണ്ട്. ആ തിങ്സ് എല്ലാം സ്ത്രീകൾ ഉപയോഗിക്കുന്ന തിങ്സ് ആയിരുന്നു. സ്ത്രീകൾ കെട്ടുന്ന വാച്ച്, എമിലി എന്ന് പേരെഴുതിയ ഒരു തിങ്സ്, പിന്നെ ഒരു ലോക്കറ്റ് ഉണ്ട്, അതും ലേഡീസ് ഉപയോഗിക്കുന്നതാണ്. അത് തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ മുടിയുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട ആ പെൺകുട്ടിക്ക് വളരെയധികം ഡൗട്ടും ഭയവും വരുവാൻ തുടങ്ങുന്നു. ഇപ്പോൾ പാട്രിക് തൻ്റെ കഥകൾ പറഞ്ഞുകൊണ്ട്, ശരി നിന്റെ വീട് എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അവളുടെ കയ്യിൽ ലോക്കറ്റ് ഉള്ളതുകൊണ്ട് അവൾ പതറിക്കൊണ്ട്, എൻ്റെ വീടോ ഇവിടെ അടുത്ത്, അല്ലല്ലല്ല കുറച്ച് ദൂരെയാണ് എന്ന് പറയുമ്പോൾ പാട്രിക്, നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് പതുക്കെ എഴുന്നേറ്റ് വന്ന് ആ ലോക്കറ്റ് തരൂ എന്ന് പറയുമ്പോൾ അവൾ ആ ലോക്കറ്റ് പാട്രിക്കിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. നിനക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്, ബാത്റൂമിൽ ചൂടുവെള്ളം വരും, നീ പോയി കുളിച്ചിട്ട് വരൂ എന്ന് പറയുന്നു. അവൾ അനുസരണയോടെ ഭയന്നുകൊണ്ട് പോകുന്നു. ബാത്റൂമിൽ എത്തിയ ഉടനെ പാട്രിക് അങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ഡോറിൽ കാതുവെച്ച് കേൾക്കുന്നു. അയാൾ വരുന്നില്ല, അയാൾ ദൂരെയാണ് ഇരിക്കുന്നത്. തുടർന്ന് അവൾ കുളിക്കുവാൻ ഷവർ ഓൺ ചെയ്തപ്പോൾ പെട്ടെന്ന് ഷവറിൽ നിന്ന് വരുന്ന വെള്ളമെല്ലാം രക്തമായി മാറുവാൻ തുടങ്ങുന്നു. ഫുൾ ബ്ലഡായി ഇരിക്കുന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ വെള്ളം നോർമലായിരിക്കുന്നു. ഇതെല്ലാം അവളുടെ ഭാവനയാണ്. അത്രയ്ക്ക് ഭയന്നിട്ടാണ് അവൾ ഇരിക്കുന്നത്. അപ്പോൾ ബാത്റൂമിന് പുറത്ത് പാട്രിക് വരുന്നത് പോലെ ശബ്ദം കേൾക്കുന്നു. അവളും ഭയന്നു പോകുന്നു. എന്നാൽ ആ ശബ്ദം അപ്പോൾ തന്നെ കേൾക്കാതെയാകുന്നു. അവൾ എന്താണെന്നറിയാൻ എത്തി നോക്കുമ്പോൾ പാട്രിക് അവിടെ ടവൽ വെച്ചിട്ട് പോയിരിക്കുകയാണ്. അതിനുശേഷം അവൾ വേഗം കുളിച്ച് തൻ്റെ ഇന്നേഴ്സ് എല്ലാം ഉണക്കുവാൻ വെച്ചിട്ട് പുറത്തേക്ക് വരുന്നു. പാട്രിക് അപ്പോൾ സൂപ്പ് ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ അവിടെ ഒരു സ്വെറ്റർ കാണുന്നു. ഇത് ലേഡീസ് സ്വെറ്റർ ആണല്ലോ, നിങ്ങളുടെ മാരേജ് കഴിഞ്ഞതാണോ, ആരുടേതാണ് ഇത് എന്ന് അവൾ ചോദിക്കുമ്പോൾ, ഇത് എൻ്റെ പഴയ ഗേൾ ഫ്രണ്ടിൻ്റെയാണ്, നിനക്ക് വേണമെങ്കിൽ നീ ഇട്ടോളൂ, അതോടൊപ്പം നിന്നെപ്പറ്റി പറയൂ, നിന്റെ മാരേജ് കഴിഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, എനിക്ക് മാരേജ് ലൈഫിലൊന്നും അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ല, എന്താണെന്ന് വെച്ചാൽ ഈ മനുഷ്യന്മാരെ വിശ്വസിക്കുവാനേ കഴിയില്ല എന്ന് അവൾ പറയുന്നു. പാട്രിക് അപ്പോൾ സൂപ്പ് തയ്യാറാക്കി എടുത്തു കൊണ്ടുവന്ന് അവൾക്ക് കൊടുക്കുമ്പോൾ സൂപ്പ് ശരിക്കും രക്തം പോലെ ഉണ്ടായിരുന്നു. സൂപ്പ് കുടിക്കണമോ വേണ്ടയോ എന്ന് ആലോചിക്കുന്നു. അപ്പോൾ അവൾ മുടി ഒതുക്കുമ്പോൾ അവൾ ഒരു കമ്മൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമ്മൽ പാട്രിക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അയാൾക്ക് എന്തോ തോന്നിയിട്ട് കിച്ചണിൽ പോയി പാചകം ചെയ്യുവാൻ ആരംഭിക്കുന്നു. ഇവിടെ ആ പെൺകുട്ടി സോപ്പ് കുടിക്കാതെ അത് കയ്യിൽ തന്നെ വെച്ച് പാട്രിക്കിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് പാട്രിക്കിനോട് പറഞ്ഞു, ഈ നേരത്തെ എല്ലാവരും ഉറങ്ങുന്ന സമയമാണ്, എന്നാൽ നിങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ ദിവസവും ഈ നേരത്താണ് ഭക്ഷണം കഴിക്കുന്നത് പോലെയുണ്ടല്ലോ. അതും ശരിയാണ്, മുൻപെല്ലാം ഞാൻ വളരെ സന്തോഷത്തോടെ ഉറങ്ങിക്കൊണ്ടിരുന്നതാണ്, എന്നാൽ ഇപ്പോഴെല്ലാം എനിക്ക് ഉറക്കം ശരിക്കും വരുന്നതേയില്ല. എന്താണെന്നറിയില്ല, എൻ്റെ മനസ്സിനുള്ളിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ട്. ആ ഡിസ്റ്റർബൻസിൻ്റെ കൂടെയാണ് ഞാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനാൽ മറ്റുള്ളവർക്ക് പാതിരാത്രി, എനിക്കത് പുലർക്കാലമാണ് എന്ന് അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പെൺകുട്ടി ഭയത്തോടെ ആ സൂപ്പ് കുടിക്കാതെയിരിക്കുന്നു. ഇത് പാട്രിക് കണ്ട്, എന്താണ് നീ സൂപ്പ് കുടിക്കാതെയിരിക്കുന്നത്, സൂപ്പ് കുടിക്കൂ എന്ന് പറയുന്നു. ഓ, ഇത് വളരെ ചൂടായിരിക്കുന്നു, ഞാൻ കുടിക്കാം. അതിനു മുൻപ് എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കണം.
കോയിനിട്ട് സംസാരിക്കുന്ന ഫോൺ പുറത്തുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു വല്ലോ. ഇപ്പോൾ അങ്ങോട്ട് പോകുവാൻ സാധിക്കില്ല. ഗേറ്റ് ക്ലോസ് ചെയ്തു എന്നും പറഞ്ഞു. ഗേറ്റ് ക്ലോസ് ചെയ്താൽ ഞാൻ എങ്ങനെയാണ് അകത്തു വന്നത്? അത് തന്നെയാണ് എനിക്കും ചോദിക്കുവാനുള്ളത്. ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടും നീ എങ്ങനെ ഉള്ളിൽ വന്നു? അതും അകത്തു വന്നത് പോരാതെ കറക്റ്റായി എൻ്റെ വീടിൻ്റെ ഡോർ തട്ടിയിരിക്കുന്നു എന്ന് മറുചോദ്യം ചോദിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. പെട്ടെന്ന് വീടിൻ്റെ ഡോർ ആരോ ശക്തമായി തട്ടുന്നു. അവർ രണ്ടുപേരും ഭയന്നു പോകുന്നു. പാട്രിക് അവളോട് നീ ഇങ്ങോട്ട് വരുന്ന കാര്യം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് പാട്രിക് പതുക്കെ പോയി ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, അടുത്ത വീട്ടിലെ കുട്ടികൾ കതകിൽ മുട്ടിയിട്ട് ഓടിപ്പോകുമെന്ന്. ആ കുട്ടികളുടെ പണി തന്നെയായിരിക്കണം എന്ന് പറഞ്ഞ് ഉടനെ പാട്രിക് ഡോർ ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് ആ ഡോറിൻ്റെ അടുത്ത് കുറച്ചു നേരം നിൽക്കുന്നു. താക്കോലിൻ്റെ സൗണ്ടെല്ലാം കേൾക്കുന്നു. അപ്പോൾ അവൾക്ക് പാട്രിക് ഡോർ ലോക്ക് ചെയ്യുമോ എന്ന് ഡൗട്ട് വരുന്നു. പാട്രിക് ഉള്ളിലേക്ക് വരുന്നു. അപ്പോൾ ആ പെൺകുട്ടി അവിടെ ഇരുന്നു കൊണ്ട് ഡോർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും നടന്നാൽ ഡോർ ലോക്കിൽ അല്ലെങ്കിൽ ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് വേഗം പോകുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ അയാൾ ലോക്ക് ചെയ്തിട്ടുണ്ടോ? തനിക്ക് ഇവിടെ നിന്ന് പോകുവാൻ കഴിയുമോ എന്ന് അവൾക്ക് തോന്നുന്നു. എന്നാൽ പാട്രിക് കിച്ചണിലാണുള്ളത്. പാട്രിക് നേരത്തെ പോക്കറ്റിനുള്ളിൽ ഇട്ടില്ലേ ഒരു ലഹരി മരുന്ന്, അതെടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ആ പെൺകുട്ടി സൂപ്പ് കുടിക്കണമോ വേണ്ടയോ എന്ന് ചിന്തിച്ച് അടുത്ത് പാട്രിക്കിൻ്റെ ബൂട്ട്സ് ഇരിക്കുന്നുണ്ട്. അതിനുള്ളിലേക്ക് സൂപ്പ് ഒഴിച്ചു കളഞ്ഞിട്ട് സൂപ്പ് കുടിച്ച പോലെ അവിടെ ഇരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ആ സൂപ്പിനുള്ളിൽ മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ടോ എന്ന് ഭയമുണ്ടായിരുന്നു അവൾക്ക്. പിന്നീട് പാട്രിക്കിനെ നോക്കി, ശരി, ഇവിടെ അടുത്തൊരു ഫോൺ ബൂത്ത് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇവിടെ നിന്ന് എത്ര ദൂരമുണ്ട്? അത് ഇവിടെ അടുത്ത് തന്നെയാണ്, എന്നാൽ ഈ വെതറിന് അത് അകലെയാണ്. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോകുന്നു. അപ്പോൾ പാട്രിക് പറയുന്നു, എനിക്ക് തോന്നുന്നത് ഈ കാറ്റിൽ ഏതെങ്കിലും മരം കറണ്ട് കമ്പിയിൽ വീണിട്ടുണ്ടാകും, അല്ലെങ്കിൽ വെള്ളം കയറി കറണ്ട് കട്ട് ചെയ്തിട്ടുണ്ടാകും. പുറത്തു പോയി നോക്കാമെന്ന് വെച്ചാൽ എൻ്റെ ബൂട്ട്സിൽ നീ സോപ്പ് ഒഴിച്ചില്ലേ എന്ന് പറയുമ്പോൾ അയ്യോ, നിങ്ങളത് കണ്ടുവോ? ഞാൻ അറിയാതെ ചെയ്തതാണ്. ശരി, സാരമില്ല, ഒന്നും കുഴപ്പമില്ല. ഞാൻ അതിലെന്തെങ്കിലും കലർത്തിയിട്ടുണ്ടോ എന്ന് കരുതിയല്ലേ അത് നീ ചെയ്തത്? നോക്കൂ, ഞാനതിൽ ഒന്നും കലർത്തിയിട്ടില്ല. ഇപ്പോൾ വേണമെങ്കിലും നിനക്ക് ഇവിടെ നിന്ന് പോകാം. ഡോർ ഓപ്പണിൽ ആണ് ഇരിക്കുന്നത് എന്ന് അയാൾ പറയുന്നു. ശരി, വീടിൻ്റെ പവർ ലൈൻ ഒന്ന് ചെക്ക് ചെയ്യാം, എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ട് പവർ ലൈൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവൾ ടോർച്ച് ലൈറ്റ് പിടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. പാട്രിക് ജോലി ചെയ്തുകൊണ്ടിരുന്നു. അയാളുടെ അടുത്ത് ടൂൾസ് ബോക്സ് ഇരുന്നിരുന്നു. ആ ടൂൾ ബോക്സിൽ ഒരു ചുറ്റിക ഇരിക്കുന്നുണ്ട്. ആ ചുറ്റികയിൽ രക്തക്കറ ഉള്ള പോലെ അവൾക്ക് തോന്നുന്നു. പെട്ടെന്ന് അങ്ങോട്ട് അവൾ ലൈറ്റ് അടിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ആ രക്തക്കറ കാണുന്നില്ല. ഇവിടെ വന്നതിന് ശേഷം എല്ലാം വളരെ വ്യത്യാസമായി നടക്കുന്നുവല്ലോ എന്ന് അവൾ ആകെ വ്യാകുലപ്പെടുന്നു. അപ്പോൾ പാട്രിക്കിൻ്റെ പുറകിലും പിന്നിലൂടെ ആരോ വരഞ്ഞതുപോലെ രക്തം വരുന്നത് അവൾ കാണുന്നു. ചിലപ്പോൾ ഇതും എനിക്ക് തോന്നുന്നതാകുമോ എന്ന് അവൾ ചിന്തിക്കുന്നു. എങ്കിലും അവൾ പാട്രിക്കിനോട് നിങ്ങളുടെ പുറകിൽ ബ്ലഡ് വരുന്നത് പോലെയുണ്ടല്ലോ എന്ന് ചോദിക്കുന്നു. പാട്രിക് പുറകിൽ കൈവച്ച് നോക്കുമ്പോൾ ശരിക്കും അവിടെ രക്തം വരുന്നുണ്ടായിരുന്നു. സാരമില്ല, ഞാൻ പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തു കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ബാത്റൂമിനുള്ളിൽ പോയി വേഗത്തിൽ പോകുന്നു. നേരെ ബാത്റൂമിനുള്ളിൽ പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുക്കുവാൻ നോക്കുമ്പോൾ അവിടെ ഒരു ചെപ്പ് കാണുന്നു. അതിനുള്ളിൽ നിറയെ സ്ത്രീകളുടെ കമ്മലുകൾ കാണുന്നു. അവളുടെ കമ്മലും അതിൽ കാണുന്നു. അത് കണ്ട് അവൾ ഷോക്കാകുന്നു. എൻ്റെ കമ്മൽ എപ്പോൾ എടുത്തു ഇതിനുള്ളിൽ ഇട്ടു എന്ന് ഭയത്തിൽ നടങ്ങുന്നു. അപ്പോൾ അങ്ങോട്ട് ആരോ വരുന്നത് പോലെയുള്ള സൗണ്ടും കേൾക്കുന്നു. അതിൻ്റെ കൂടെ അവിടെയുള്ള ബാത്ത് ടബിൽ ഒരു സ്ത്രീ ഉള്ളത് പോലെയും അവൾക്ക് തോന്നുന്നു. പോയി നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അവൾ ഭയത്തോടെ പാട്രിക്കിൻ്റെ അടുത്തേക്ക് തിരികെ വരുന്നു. എന്നിട്ട് പറയുന്നു, എനിക്കിപ്പോൾ പുറത്തു പോകണം. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പുറത്തു പോയി എന്ത് ചെയ്യാനാണ്? അതൊന്നും എനിക്കറിയില്ല. എനിക്കിപ്പോൾ പുറത്തു പോയേ പറ്റൂ. പറയുന്നത് കേൾക്കൂ, ഗേറ്റെല്ലാം ക്ലോസിലിരിക്കുന്നു. അതൊന്നും സാരമില്ല.
ഞാൻ വേറെ വഴിയിലൂടെ പുറത്തു പോകാം. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തു പോയേ പറ്റൂ. ശരി, എല്ലാം നിന്റെ ഇഷ്ടം, പോകുന്നെങ്കിൽ പോയിക്കൊള്ളൂ എന്ന് പാട്രിക് പറയുമ്പോൾ അവൾ പറയുന്നു, ഞാൻ പോകുന്നതിന് മുൻപായി എനിക്ക് നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കണം. നിങ്ങളുടെ ബാത്റൂമിൽ ഒരു ബോക്സ് ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിറയെ സ്ത്രീകളുടെ കമ്മലുകളുണ്ടായിരുന്നു. അതിൽ എൻ്റെ കമ്മലും ഉണ്ടായിരുന്നു. അത് എടുത്ത് അതിലിട്ടത് നിങ്ങളല്ലേ? അപ്പോൾ പാട്രിക് പറയുന്നു, നീ കുഴപ്പത്തിൽപ്പെട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അതിലുണ്ടായിരുന്ന ഒരു കമ്മലും നിന്റെയല്ല എന്ന് പറയുമ്പോൾ, നുണ പറയല്ലേ, എൻ്റെ കണ്ണ് കൊണ്ട് ഞാൻ കണ്ടു. പറഞ്ഞാൽ മനസ്സിലാക്കൂ, നീ ഒരു കുഴപ്പത്തിലിരിക്കുന്നു. ഞാനൊന്നും കുഴപ്പത്തിലല്ല. ഞാൻ നല്ല വെളിവോടെയാണ് ഇരിക്കുന്നത്. ശരി, ഓക്കെ, നീ വെളിവോടെ തന്നെ ഇരുന്നോളൂ. നീ ഇവിടെ നിന്ന് പോകുന്നുവല്ലേ പറഞ്ഞത്? വേഗം പോകൂ എന്ന് പാട്രിക് പറയുമ്പോൾ, എങ്ങനെ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയും? നിങ്ങൾ ഡോർ ലോക്ക് ചെയ്തില്ലേ? ആരോ ഡോർ മുട്ടുന്നുവെന്ന് പറഞ്ഞ് പുറത്തു പോയിട്ട് ഡോർ നീ ലോക്ക് ചെയ്തില്ലേ? ലോക്കിൻ്റെ സൗണ്ടെല്ലാം ഞാൻ കേട്ടു. അയ്യോ എൻ്റെ ദൈവമേ, ഞാൻ ഡോറൊന്നും ലോക്ക് ചെയ്തിട്ടില്ല. നീ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വേഗം പോകൂ. മര്യാദയ്ക്ക് വേഗം താക്കോൽ തരൂ. ഞാൻ പോകട്ടെ. ഞാൻ ലോക്ക് ചെയ്തിട്ടില്ല. മര്യാദയ്ക്ക് താക്കോൽ തരൂ എന്ന് അവൾ ബഹളം വയ്ക്കുന്നു. അപ്പോൾ പാട്രിക്കും മറുപടി പറഞ്ഞുകൊണ്ടിരുന്നു, ഞാനൊന്നും നിന്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല. നീയാണ് എൻ്റെ വീടിൻ്റെ ഡോറിൽ തട്ടി വന്ന് എൻ്റെ മുന്നിൽ ഇപ്പോൾ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. നീ വളരെ നല്ലവനാണെന്നും നീ മറ്റുള്ളവരുടെ പോലെയാകില്ല എന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ നീയും മറ്റുള്ളവരുടെ പോലെ തന്നെയാണെന്ന് കാണിച്ചു. നിനക്ക് തന്ന സൂപ്പിൽ ഞാൻ ഒന്നും കലർത്തിയില്ല. എന്നിട്ടും നീ ആ സൂപ്പ് എൻ്റെ ബൂട്ടിൽ ഒഴിച്ചു കളഞ്ഞു. ഇപ്പോൾ ഞാൻ ഡോർ ലോക്ക് ചെയ്തിട്ടില്ല, എന്നാൽ ഡോർ ലോക്ക് ചെയ്തുവെന്ന് പറയുന്നു. ഇതിനും മേൽ നിന്റെ ഇഷ്ടം. നീ ഇവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിൽ വേഗം പോകൂ എന്ന് പറഞ്ഞ് അയാൾ അവിടെ ഇരിക്കുന്നു. അപ്പോൾ അവൾ അവിടെ നിന്ന് പോകാമെന്ന് കരുതി വേഗം ഡോറിൻ്റെ അടുത്ത് പോയി ഡോർ തുറക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് ഓപ്പണിൽ തന്നെയാണ് ഇരിക്കുന്നത്. ശരിക്കും ഡോർ ലോക്ക് ചെയ്തിട്ടില്ല. അവൾ ഡോർ തുറന്നു നോക്കുമ്പോൾ നല്ല കാറ്റും മഴയും ഉണ്ടായിരുന്നു. തീർച്ചയായും ഈ മഴയത്ത് പുറത്തു പോകുവാൻ സാധിക്കില്ല. അവൾ ഇപ്പോഴാണ് പാട്രിക്കിനെ മനസ്സിലാക്കുന്നത്. ആവശ്യമില്ലാതെ ഞാനാണ് തെറ്റ് ചെയ്തത് എന്ന് ചിന്തിച്ച് ഡോർ ക്ലോസ് ചെയ്ത് തിരിച്ച് വീട്ടിനുള്ളിലേക്ക് വന്ന് പാട്രിക്കിൻ്റെ മുൻപിലിരിക്കുന്നു. പാട്രിക്കും മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾ മാത്രമാണ് കുടിക്കുന്നത്. എന്താണ് നോക്കുന്നത്? നിനക്കും ഒഴിച്ചു തരാം. എന്നാൽ ഇതിൽ എന്തെങ്കിലും കലർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് നീ കുടിക്കല്ലേ എന്ന് അയാൾ പറയുമ്പോൾ അവൾ ചിരിക്കുന്നു. അപ്പോൾ അയാളും ചിരിച്ച് രണ്ടുപേരും നോർമലാകുന്നു. അതിനുശേഷം ഒരു കാർഡ് ഗെയിം കളിക്കുന്നു. ആ ഗെയിമിൻ്റെ പേര് ബുൾഷിറ്റ് എന്നാണ്. ആ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാട്രിക് അവളോട് ചോദിക്കുന്നു, സത്യം പറയൂ, നീ എന്നോട് തീർച്ചയായും കുറേ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. നീ ആരാണ്? എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല. ഞാൻ പബ്ബിൽ നല്ലപോലെ മദ്യപിച്ച് നല്ല ഫിറ്റായി. അതിനുശേഷം എന്താണ് ഉണ്ടായതെന്ന് എനിക്കറിയില്ല. എന്ത് പബ്ബോ? അതിന് നീ ബീച്ചിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത് എന്ന് അയാൾ ചോദിക്കുമ്പോൾ അവൾ ഒന്നും പറയാതെ മൗനമായിരിക്കുന്നു. അപ്പോൾ പാട്രിക്, ഞാനും നിന്നോട് ഒരു നുണ പറഞ്ഞു. നീ സ്വെറ്ററിനെ പറ്റി ചോദിച്ചില്ലേ? അത് എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെയൊന്നുമല്ല, എൻ്റെ വൈഫിൻ്റേതാണ്. അവളെ ഞാൻ ആദ്യമായി ഒരു പെട്രോൾ ബങ്കിനോട് ചേർന്ന ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റോറിലാണ് കാണുന്നത്. അവിടെ ആ കടക്കാരനോട് വഴക്കു കൂടിക്കൊണ്ട് നിന്ന്, ആരെങ്കിലും എനിക്ക് ചിപ്സ് വാങ്ങി തരൂ എന്ന് പറഞ്ഞു. ഞാൻ അവൾക്ക് പോയി ചിപ്സ് വാങ്ങിക്കൊടുത്തു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ലവ് സെറ്റായി. ഞങ്ങൾ മാരേജ് ചെയ്തു. ഇതാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറി എന്ന് പറയുന്നു. ഇതെല്ലാമാണ് ഒരു കഥ എന്നും പറയുന്നു. ഈ വീട്ടിനുള്ളിലേക്ക് എൻ്റെ വൈഫിനെ കൂടാതെ വേറെ ആരും വന്നിട്ടില്ല. ഇപ്പോഴാണ് ആദ്യമായി ഒരു പെൺകുട്ടി നീ വന്നിരിക്കുന്നത്. നീ പോകണം എന്ന് പറഞ്ഞു. നിന്നെ ഞാൻ തടഞ്ഞു നിർത്തിയതിൻ്റെ ഒരേയൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം മനസ്സ് തുറന്ന് സംസാരിക്കുന്നതിന് എനിക്കൊരാൾ വേണം. നീ ഇതിനു മുമ്പ് എന്നെപ്പറ്റി എന്താണ് വിചാരിച്ചിരുന്നത് എന്ന് എനിക്കറിയില്ല. എന്നാൽ ഇപ്പോൾ എൻ്റെ മുൻപിൽ ഇങ്ങനെ കാമായിരിക്കുന്നുണ്ടല്ലോ, അതാണ് എനിക്ക് വേണ്ടത്. ശരി, അതെല്ലാം ഇരിക്കട്ടെ. നിങ്ങളുടെ വൈഫ് എവിടെ? അവർക്ക് എന്തുണ്ടായി? എൻ്റെ വൈഫിന് ഡ്രഗ് ഓവർഡോസ് ആയതിനാൽ മരിച്ചുപോയി. അതോടൊപ്പം നീ ആദ്യമേ ഡോറിൽ തട്ടുമ്പോൾ തന്നെ നീ എന്നോട് നുണ പറയുന്നു എന്ന് എനിക്കറിയാം.
എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ, നീ ബീച്ചിൽ കുളിച്ചു എന്ന് പറഞ്ഞില്ലേ? ഇവിടെ നിന്ന് ബീച്ചിലേക്ക് വളരെയധികം ദൂരമുണ്ട്. വരുന്ന വഴിയിൽ ധാരാളം സ്ഥലങ്ങളുണ്ട്. എന്നാൽ അതെല്ലാം വിട്ടിട്ട് നേരെ ഇങ്ങോട്ട് വരണമെങ്കിൽ നീ ബീച്ചിലേക്ക് പോയില്ല. ഇവിടെ എവിടെയാണ് ഉണ്ടായിരുന്നത് എന്നാണ് അർത്ഥം. എന്നാലും നിന്നെ പറഞ്ഞയക്കാതെ ഇവിടെ തന്നെ നിന്നുകൊള്ളുവാൻ പറഞ്ഞതിൻ്റെ റീസൺ നിന്നോട് ഞാൻ സംസാരിക്കണമെന്ന് കരുതി. അവളും അയാളെ മുഴുവനായും വിശ്വസിക്കുവാൻ തുടങ്ങുന്നു. ആ ഗെയിമിൽ പാട്രിക് വിൻ ചെയ്യുന്നു. അയാൾ വെച്ചിട്ടുണ്ടായിരുന്ന മദ്യം അവൾ കുടിക്കുവാൻ തുടങ്ങുന്നു. അപ്പോൾ ആ ഗ്ലാസ്സിൽ ഒരു സ്ത്രീയുടെ ലിപ്സ്റ്റിക് കറ അവൾ കാണുന്നു. അത് കണ്ട് അവൾ വളരെ ഷോക്കാകുന്നു. പാട്രിക്കിനോട്, നീ ഇത്ര നേരം എന്നോട് പറഞ്ഞത് നുണയല്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ പാട്രിക് പറയുന്നു, കണ്ടോ, കുറച്ചു നേരം കൊണ്ട് ഞാൻ നിന്നെ വിശ്വസിച്ചു. നീയും എന്നെ വിശ്വസിച്ചിട്ടുണ്ടാകാം. രണ്ടുപേരും വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടാകും. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാറ്റ് മൂലം വീട് കുലുങ്ങുവാൻ തുടങ്ങുന്നു. പാട്രിക് അപ്പോൾ അവിടെയുണ്ടായിരുന്ന ലൈറ്റർ എടുത്തുകൊണ്ട് കോട്ട് ധരിച്ച് പുറത്തേക്ക് പോകുവാൻ തുടങ്ങുന്നു. അപ്പോൾ വീട്ടിനുള്ളിൽ ആ പെൺകുട്ടി മാത്രം തനിച്ചാകുന്നു. അവൾ വളരെ ഭയത്തോടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അവളുടെ നേരെ ഒരു റൂം കാണുന്നു. ആ റൂമിൽ ലൈറ്റ് ഓണായി ഓഫായി കത്തിക്കൊണ്ടിരുന്നു. അവിടെ നിന്ന് ഫോണിൻ്റെ വൈബ്രേഷൻ സൗണ്ട് അവൾക്ക് കേൾക്കുവാൻ തുടങ്ങുന്നു. ഇപ്പോൾ അവൾ അത്ഭുതപ്പെടുന്നു. എന്താണെന്ന് വെച്ചാൽ, പാട്രിക് പറഞ്ഞില്ലേ ഇവിടെ യാതൊരു ഫോണും ഇല്ല എന്നും, കോയിൻ ഇട്ട് വിളിക്കുന്ന ഫോൺ പുറത്തുണ്ടെന്നും അല്ലേ? എന്നാൽ ഇപ്പോൾ അയാളുടെ വീടിനുള്ളിൽ നിന്ന് തന്നെ ഒരു ഫോൺ വൈബ്രേറ്റ് ആകുന്നു. അവൾ നേരെ ആ ഫോണിൻ്റെ അടുത്തേക്ക് പോകുന്നു. ആ ഫോൺ എടുത്തു നോക്കുമ്പോൾ ആ ഫോണിൽ ധാരാളം കോളുകൾ വന്നിരിക്കുന്നു. അറ്റൻഡ് ചെയ്യാത്തതിനാൽ എല്ലാം മിസ്ഡ് കോൾ ആയിരിക്കുന്നു. ആ ഫോൺ ഇരിക്കുന്ന ഭാഗത്തെല്ലാം അവൾ സൂക്ഷിച്ചു നോക്കുമ്പോഴാണ് ഒരു ശരീരം പോലെ എന്തോ ഒന്നും കാണുന്നത്. അതിനടുത്തായി ഒരു ചിപ്സ് പാക്കറ്റും ഉണ്ടായിരുന്നു. അവൾ വിചാരിച്ചു, ഒരു പക്ഷേ ഡെഡ് ബോഡി ആയിരിക്കുമോ എന്ന് ചിന്തിക്കുന്നു. എന്നാൽ ഇത്രയും നേരം അവൾക്ക് എല്ലാം തെറ്റായാണ് തോന്നുന്നത്. പോയി നോക്കുമ്പോൾ അവിടെയൊന്നും ഉണ്ടാകാറില്ല. അതുപോലെ തന്നെയാവും ഇത് എന്ന് കരുതി അവിടെ എന്താണെന്നറിയുവാൻ ഓപ്പൺ ചെയ്യുവാൻ ട്രൈ ചെയ്യുമ്പോഴാണ് സത്യത്തിൽ അവിടെ മരിച്ചുപോയ ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഗ്ലാസ്സിലുണ്ടായിരുന്ന ലിപ്സ്റ്റിക് കറ ഈ സ്ത്രീയുടെയാണ്. ഞാൻ വരുന്നതിന് മുൻപ് പാട്രിക് ഈ സ്ത്രീയെ കൊന്നിട്ടുണ്ടാകും. അയാൾ ഒരു സൈക്കോ ആണെന്ന് അവൾ മനസ്സിലാക്കുന്നു. അതോടൊപ്പം ആ ഡെഡ് ബോഡി കണ്ട് അവൾ ഭയന്നു പോകുകയും ഫോൺ താഴെ വീഴുകയും ചെയ്യുന്നു. ആ സമയം പുറത്തു പോയ പാട്രിക് മഴ നനഞ്ഞുകൊണ്ട് എന്തോ ഒന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഉള്ളിൽ ഫോൺ താഴെ വീഴുന്ന ശബ്ദം കേട്ട് അയാൾ തിരികെ വീട്ടിലേക്ക് വരുവാൻ തുടങ്ങുന്നു. പാട്രിക് ഡോർ ഓപ്പൺ ചെയ്യുന്ന സൗണ്ട് കേട്ടയുടനെ അവൾ ഒരിടത്ത് പോയി ഒളിക്കുന്നു. എന്നിട്ട് ശബ്ദമില്ലാതിരിക്കുവാൻ വായ കൊണ്ട് ക്ലോസ് ചെയ്യുന്നു. എന്നാൽ ഇവിടെ അധികം സമയം നിൽക്കുവാൻ സാധിക്കില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. ഭാഗ്യത്തിന് അവൾ ഉണ്ടായിരുന്ന റൂമിന് മുകളിൽ ഒരു വഴിയുണ്ട്. പക്ഷെ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. ഉടനെ അവൾ താഴെ നിന്ന് ഒരു ചുറ്റിക എടുക്കുന്നു. ആ ചുറ്റിക കൊണ്ട് ആ ഗ്ലാസ് പൊട്ടിക്കാമെന്ന് കരുതി പൊട്ടിക്കുമ്പോൾ ആ ഗ്ലാസ്സിൽ നിന്ന് ബ്ലഡ് വരുവാൻ തുടങ്ങുന്നു. ആ ബ്ലഡ് അവളുടെ മേലും വീഴുന്നു. അതോടൊപ്പം ആ ചുറ്റിക നിറയെ ബ്ലഡ് ആയിരിക്കുന്നു. ഭയത്താൽ അവൾ ചുറ്റിക താഴെ ഇടുന്നു. അവിടെ എന്താണ് നടക്കുന്നത് എന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. അതോടൊപ്പം അവൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നുന്നു. അങ്ങനെ കണ്ണടച്ച് ചിന്തിക്കുമ്പോഴാണ് അവളുടെ കണ്ണിൽ അവൾ കുടിച്ചില്ലേ ഒരു ഗ്ലാസ്, ആ ഗ്ലാസ് ഓർമ്മയിൽ വരുന്നു. ഓൾറെഡി ആ ഗ്ലാസ്സിൽ മദ്യമൊഴിച്ച് ഒരു പെൺകുട്ടി കുടിച്ചിരിക്കുന്നു. ആ പെൺകുട്ടി മരിച്ചു പോയിരിക്കുന്നു. ആ ഗ്ലാസ്സിലാണ് ഇപ്പോൾ ഞാനും മദ്യം കഴിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ മയക്കുമരുന്ന് ആ പാട്രിക് കലർത്തിയിരിക്കുന്നു. എങ്ങനെ ആ പെണ്ണിനെ കൊന്നുവോ അതുപോലെ തന്നെ തന്നെയും കൊല്ലാം അയാൾ കൊല്ലുവാൻ പോകുന്നു. എന്നാലും രക്ഷപ്പെടുവാൻ ഒരു വഴിയുണ്ടാകും എന്ന് കരുതി ശബ്ദമില്ലാതെ പതുക്കെ അവിടെ ഇരിക്കുവാൻ തുടങ്ങുന്നു. ഇവിടെ ആ പാട്രിക് കയ്യിൽ വിളക്ക് വെച്ച് ആ പെൺകുട്ടി എങ്ങോട്ടോ പോയി എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. എന്നിട്ട് അവൾ ഒളിച്ചിരിക്കുന്ന ആ റൂമിൻ്റെ അടുത്തേക്ക് വരുന്നു. അയാൾ കയ്യിൽ വെച്ചിരിക്കുന്ന വിളക്കിൻ്റെ വെളിച്ചം കാണുന്നു. അയാൾ ഇങ്ങോട്ട് വരുമോ എന്ന് ഭയത്താലിരിക്കുമ്പോൾ അയാൾ അങ്ങനെ ക്രോസ് ചെയ്ത് ആ ഡെഡ് ബോഡി ഇരിക്കുന്ന ആ റൂമിനുള്ളിലേക്ക് പോയി വിളക്ക് താഴെ വെച്ച് ആ മൊബൈൽ ഫോൺ താഴെ വീണ് കിടക്കുന്നത് അത് എടുത്ത്
അയാൾ നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവൾക്ക് എല്ലാ കാര്യവും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നു വെച്ചാൽ ശബ്ദമുണ്ടാക്കാതെ ആ റൂമിൽ നിന്ന് പതുക്കെ ഡോർ തുറന്ന് ശബ്ദമുണ്ടാക്കാതെ നടന്നു വന്ന് കൊണ്ടിരുന്നു. സ്ട്രെയിറ്റ് ആയി ഡോറിൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. ആ മെയിൻ ഡോർ അവൾ ഓപ്പൺ ചെയ്യാമെന്ന് കരുതി ട്രൈ ചെയ്യുമ്പോൾ അത് ലോക്കായിരിക്കുന്നു. ഇത്രയും നേരം അൺലോക്ക് ഉണ്ടായിരുന്നത് ഇപ്പോൾ അയാൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് അവളുടെ മേൽ ഡൗട്ട് വന്നിരിക്കുന്നു. ഇത് അവൾ മനസ്സിലാക്കുന്നു. പെട്ടെന്ന് അവളുടെ പിന്നിൽ നിന്ന് പാട്രിക് അറ്റാക്ക് ചെയ്യുവാൻ തുടങ്ങുന്നു. പാട്രിക് അവളെ എടുത്തു പൊക്കുന്നു. അവൾ രക്ഷപ്പെടുവാൻ ട്രൈ ചെയ്യുന്നു. അപ്പോൾ പാട്രിക്കിൻ്റെ മേൽ വീഴുന്നു. പാട്രിക്കിന് കാര്യമായി പരിക്കു പറ്റുന്നു. അവൾ അപ്പോൾ ടേബിളിൻ്റെ അടിയിൽ പോയി ഒളിക്കുന്നു. പാട്രിക് എഴുന്നേറ്റ് ടേബിളിനടിയിലുള്ള അവളുടെ കാൽ പിടിച്ച് വലിക്കുവാൻ തുടങ്ങുന്നു. അങ്ങനെ തന്നെ അവളെ വലിച്ചു കൊണ്ട് പോകുന്നു. അവൾ അലറിക്കരഞ്ഞ് ആരെങ്കിലും രക്ഷിക്കണമേ എന്ന് ഉറക്കെ പറഞ്ഞ് കരയുന്നു. അവൾ എത്ര ഉറക്കെ കരഞ്ഞാലും ഈ കാറ്റിലും മഴയിലും സൗണ്ട് പുറത്തേക്ക് പോകില്ല. പാട്രിക് അവളെ പിടിച്ച് കയ്യും കാലും കെട്ടിയിടുന്നു. എന്നിട്ട് അവിടെ നിന്ന് പോയി അയാൾ മയക്കുമരുന്ന് കലർത്തി വെച്ച മദ്യം കൊണ്ടുവന്ന് വായ തുറക്കൂ എന്ന് പറഞ്ഞ് അവളുടെ വായ തുറന്ന് വായിലേക്ക് ഒഴിക്കുന്നു. അവളും വേറെ വഴിയില്ലാതെ കുടിക്കുന്നു. അതിനുശേഷം പാട്രിക് നേരെ അയാൾ ഓൾറെഡി കൊന്നുവെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ ഡെഡ് ബോഡി ആ ബെഡിൽ നിന്നെടുത്ത് വേറെ എവിടെയോ വെക്കുന്നു. ആ നേരത്ത് ആ പെൺകുട്ടി അവളുടെ കൈകാലുകൾ കെട്ടിയിരുന്നെങ്കിലും തറയിൽ കിടന്ന് ഇഴുകിക്കൊണ്ട് മെയിൻ ഡോറിൻ്റെ അടുത്തെത്തി അവളുടെ കാലുകൊണ്ട് മെയിൻ ഡോർ ചവിട്ടി ആരെങ്കിലും രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുന്നു. എന്നാൽ ഉടനെ അങ്ങോട്ട് പാട്രിക് വന്ന് അവളെ തറയിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോയി ഓൾറെഡി ഒരു ഡെഡ് ബോഡി ഉണ്ടായിരുന്നില്ലേ ആ ബെഡിൽ കിടത്തുന്നു. അപ്പോൾ അവൾ താഴെ നോക്കുമ്പോൾ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന ഡെഡ് ബോഡി താഴെ ഇട്ടിരിക്കുന്നു. അവളെ ആ ബെഡിൽ കിടത്തിയിരിക്കുന്നു. അപ്പോൾ പാട്രിക് അവളെ കിടത്തിയ ബെഡിൻ്റെ സ്ക്രീൻ ക്ലോസ് ചെയ്യുന്നു. അവൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ട്രൈ ചെയ്യുന്നു. അവൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു വെന്റിലേഷൻ വിൻഡോ പോലെയൊന്നും ഉണ്ടായിരുന്നു. അത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതിലെ രക്ഷപ്പെടുവാൻ സാധിക്കും. എന്നാൽ കയ്യും കാലും കെട്ടിവെച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവൾ ആദ്യം അത് കട്ട് ചെയ്യണം. അതിനാൽ അവൾ ആ വിൻഡോ ക്ലോസ് ചെയ്തിട്ട് കയ്യിലെയും കാലിലെയും കെട്ട് അഴിക്കുന്നതിന് ട്രൈ ചെയ്യുന്നു. അപ്പോൾ പുറത്തുനിന്ന് പാട്രിക് സംസാരിക്കുന്നു. സ്ക്രീൻ ക്ലോസ് ആയിരിക്കുന്നതിനാൽ ഉള്ളിൽ ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നുവെന്ന് അയാൾക്കറിയില്ല. അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൾ അവളുടെ കയ്യിലെ കെട്ട് അഴിക്കുവാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. പാട്രിക് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്കെല്ലാം എന്താണ് സംഭവിച്ചത്? ഇതേ കാര്യങ്ങൾ വീണ്ടും വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഒരു പാറ്റേൺ പോലെയുണ്ട്. നിങ്ങളെ കൊണ്ട് ഇത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ടോ? ആ സ്ത്രീയെ ഞാൻ പെട്രോൾ പമ്പിൽ കണ്ടു. അവളാണ് എന്നോട് ചിപ്സ് വേണമെന്ന് ചോദിച്ചത്. അങ്ങനെ തന്നെ എന്നോട് സംസാരിച്ച് എൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നു. ഞാൻ അവളോട് ഒരു വാക്കുപോലും സംസാരിച്ചില്ല. അവളാണ് എന്നോട് സംസാരിച്ചത്. ഈ കാര്യമാണ് പാട്രിക് അയാളുടെ വൈഫിനെ ആദ്യമായി കണ്ട കാര്യത്തിൻ്റെ കൂടെ മിങ്കിൾ ചെയ്ത് പറഞ്ഞത്. എന്നാൽ സത്യത്തിൽ ഈ പെണ്ണിനെ കണ്ട കാര്യം അയാൾ മാറ്റി പറഞ്ഞതാണ്. ശരി, ഇത് സാരമില്ല എന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് 2 മണിക്ക് നീയായി എൻ്റെ വീടിൻ്റെ കതക് തട്ടിയത്. ഇവിടെ എത്രയോ വീടുണ്ട്. ആരുടെയെങ്കിലും വീടിൻ്റെ കതക് നിനക്ക് തട്ടാമായിരുന്നില്ലേ? എന്തിനാണ് എൻ്റെ വീടിൻ്റെ കതക് നീ തട്ടിയത്? എന്താണെന്ന് വെച്ചാൽ ഇത് എൻ്റെ തീരുമാനമല്ല, നിങ്ങളുടെ തീരുമാനമാണ്. നടക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും കാരണം നിങ്ങളാണ് എന്നെ തേടി വന്നത്. ഇങ്ങനെ അയാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൾ കയ്യിലെയും കാലിലെയും കെട്ടുകൾ അഴിക്കുന്നു. ഉടനെ വേഗം ആ വിൻഡോ ഓപ്പൺ ചെയ്ത് രക്ഷപ്പെടണമെന്ന് ട്രൈ ചെയ്യുമ്പോൾ അവളെ കൊണ്ട് അത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല. അവൾക്ക് മയക്കം വന്നുകൊണ്ടിരുന്നു. എന്താണെന്ന് വെച്ചാൽ അയാൾ രണ്ടാമതും അവളുടെ വായിൽ മദ്യം ഒഴിച്ചു കൊടുത്തില്ലേ. അതിനാൽ അവൾ അങ്ങനെ തന്നെ മയങ്ങിക്കൊണ്ടിരുന്നു. ഉടനെ പാട്രിക് സ്ക്രീൻ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ അവൾ മയക്കത്തോടെ ചോദിക്കുന്നു, എനിക്ക് എന്താണ് കലക്കി തന്നത്? ആ പെണ്ണിന് എന്ത് കൊടുത്തുവോ അതേ ഇത് തന്നെയാണ് നിനക്കും തന്നത് എന്ന് അയാൾ പറയുന്നു. അപ്പോൾ അവൾ ആ സ്ത്രീയെ നോക്കുന്നു. ഇത്രയും നേരം അയാൾ സംസാരിച്ചു കൊണ്ട് ആ മരിച്ചുപോയ സ്ത്രീയെ പാക്ക് ചെയ്തിരിക്കുന്നു. ഇത് കണ്ട അവൾ ആകെ ഭയന്നു പോകുന്നു.
അവൾ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് മെയിൻ ഡോറിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് ട്രൈ ചെയ്യുമ്പോൾ താഴെ വീഴുന്നു. ഞരങ്ങി ഞരങ്ങി നീങ്ങി ആ മെയിൻ ഡോർ ഓപ്പൺ ചെയ്യാമെന്ന് കരുതുമ്പോൾ വളരെയധികം മയക്കം വന്ന് അവളെ കൊണ്ട് ചലിക്കുവാൻ കൂടി കഴിയുന്നില്ല. അവൾക്ക് വോമിറ്റ് ചെയ്യാൻ വരെ തോന്നി തുടങ്ങി. പാട്രിക് അവളെ പൊക്കിയെടുത്ത് കിച്ചൺ സിങ്കിൻ്റെ അടുത്ത് വയ്ക്കുന്നു. എന്നിട്ട് പാട്രിക് അവളോട് സംസാരിക്കുവാൻ തുടങ്ങുന്നു. നിനക്ക് ഞാൻ എന്താണ് തന്നത് എന്ന് ചോദിച്ചില്ലേ? അതിൻ്റെ പേര് GHB. വെറും 3 ml ശരീരത്തിനുള്ളിൽ പോയാലേ തല ചുറ്റുവാൻ തുടങ്ങും, വായ വരളുവാൻ തുടങ്ങും. ഇത് 5 ml കലർന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ മസിൽസ് എല്ലാം തളരും. 6 ml കലർത്തിയാലോ ഒരു മനുഷ്യനെ 20 നിമിഷത്തിനുള്ളിൽ അത് കൊന്നുകളയും. നിനക്ക് ഞാൻ 8 ml കലർത്തിയിട്ടുണ്ട് എന്ന് അയാൾ പറയുമ്പോൾ അവൾ മയക്കത്തോടെ കിച്ചൺ സിങ്കിൻ്റെ അടുത്ത് ഒരു കത്തി ഉണ്ടായിരുന്നു. അതെടുത്ത് കുത്തി അയാളെ കൊല്ലാമെന്നു കരുതി പോകുമ്പോൾ അങ്ങനെ തന്നെ അയാൾ അവളെ പിടിക്കുന്നു. അവൾ മയക്കം അധികമായി അയാളുടെ മേലേക്ക് ചായുന്നു. ഇപ്പോഴാണ് പാട്രിക് എല്ലാ കാര്യങ്ങളും പറയുന്നത്. ശരിക്കും ഞാനൊരു ഭയങ്കരനായ സൈക്കോ കില്ലറാണ്. ആദ്യമായി ഞാൻ കൊലപ്പെടുത്തിയ പെണ്ണ് ഇതുപോലെ തന്നെ നല്ല കാറ്റും മഴയും ഉണ്ടായിരുന്ന അന്ന് ഞാൻ എൻ്റെ കാറിൽ ഇരുന്നു കൊണ്ടിരുന്നപ്പോൾ അവളാണ് എൻ്റെ അടുത്ത് വന്ന് എന്നോട് സംസാരിച്ചത്. ഈ കാര്യമാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത്. ആ കാറിനുള്ളിൽ ഇരിക്കുന്നത് പാട്രിക് തന്നെയാണ്. പുറത്തുണ്ടായിരുന്നത് പാട്രിക് ഏറ്റവും ആദ്യം കൊലപ്പെടുത്തിയ പെൺകുട്ടിയും. ആ പെൺകുട്ടി എനിക്ക് തോന്നുന്നത് ഒരു ടൂറിസ്റ്റാണ് എന്നാണ്. അവളുടെ മുഖം എനിക്ക് ഓർമ്മയില്ല. ഇനിയും പറയുകയാണെങ്കിൽ ഏതൊരു പെണ്ണിൻ്റെയും മുഖം എനിക്ക് ഓർമ്മയില്ല. എന്നാൽ അവളുടെ ശരീരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാൻ ആദ്യം കൊലപ്പെടുത്തിയ പെൺകുട്ടിയുടെ ശരീരത്തിൽ, അതും അവളുടെ അരക്കെട്ടിൽ ഹാർട്ട് ബീറ്റ് പോലെ ഒരു ടാറ്റു വരച്ചിട്ടുണ്ടായിരുന്നു. അവളെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ ചുറ്റിക കൊണ്ട് അവളുടെ തലയിൽ അടിച്ച് അവളെ കൊന്നു. അവളെ ഞാൻ കൊന്നതിന് ശേഷം പോലീസ് എന്നെ പിടിക്കുമെന്ന് കരുതി ഞാൻ വെയിറ്റ് ചെയ്തു. എന്നാൽ പോലീസ് എന്നെ അന്വേഷിച്ച് വന്നതേയില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ കൃത്യതയോടെയാണ് ചെയ്തത്. അതിനുശേഷം ഞാൻ വളരെയധികം പെൺകുട്ടികളെ കൊലപ്പെടുത്തി. ഇപ്പോൾ തന്നെ നോക്കൂ, ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം ഞാൻ സ്വൈര്യമായി ഇരിക്കുകയായിരുന്നു. നീ തന്നെ വാതിലിൽ തട്ടി അകത്തു വന്ന് പെട്ടുപോയിരിക്കുന്നു. ഇതിൽ നിന്ന് നിനക്ക് എന്ത് മനസ്സിലാക്കുന്നു? മുകളിരുന്ന് എന്തോ ഒന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമല്ലോ ദൈവം. അത് ഇല്ല എന്ന് മനസ്സിലായോ? അപ്പോൾ ആ പെൺകുട്ടിയും ആ മയക്കുമരുന്ന് ഓവർഡോസായി അവിടെ തന്നെ വീണ് മരിച്ചു പോകുന്നു. അപ്പോൾ പാട്രിക് പതിവ് പോലെ തന്നെ മറ്റു പെൺകുട്ടികളെയും പാക്ക് ചെയ്ത പോലെ അവളെയും പാക്ക് ചെയ്തു വയ്ക്കുന്നു. അതിനുശേഷം അയാൾ വളരെ ശാന്തനായി ഇരിക്കുന്നു. അപ്പോഴാണ് അയാൾക്ക് ചില കാര്യങ്ങൾ ഓർമ്മയിൽ വരുന്നത്. അയാൾ ആദ്യമായി ഒരു പെൺകുട്ടിയെ കൊന്നില്ലേ? ആ പെൺകുട്ടിയുടെ വിഷ്വൽസ് എല്ലാം അയാളുടെ ഓർമ്മയിൽ വരുന്നു. അയാൾക്ക് പെട്ടെന്ന് എന്തോ ഒരു കൺഫ്യൂഷൻ വരുന്നു. ഉടനെ അയാൾ ആ പെൺകുട്ടിയുടെ ഡെഡ് ബോഡിയുടെ അടുത്ത് പോയി അവളുടെ അരക്കെട്ട് ഓപ്പൺ ചെയ്യുന്നു. ആ സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടില്ലേ, ഒരു കാറിനുള്ളിൽ പാട്രിക് ഇരിക്കുന്നു. അപ്പോൾ ഒരു പെൺകുട്ടി അങ്ങോട്ട് വരുന്നു. ആ പെൺകുട്ടിയെയാണ് അയാൾ ഏറ്റവും ആദ്യം കൊലപ്പെടുത്തിയിട്ടുള്ളത്. ആ പെൺകുട്ടിയുടെ മുഖം കാണിക്കുമ്പോൾ അത് ഈ പെൺകുട്ടിയാണ്. ഇപ്പോൾ പാട്രിക് മരിച്ചുപോയ ഈ പെൺകുട്ടിയുടെ അരക്കെട്ടിൽ നോക്കുമ്പോൾ അവിടെ ഹാർട്ട് ബീറ്റ് പോലെയുള്ള ടാറ്റു ഉണ്ടായിരുന്നു. ഇതുപോലെയുള്ള ടാറ്റുവാണ് അയാളെ ഏറ്റവും ആദ്യം കൊലപ്പെടുത്തിയ ആ പെൺകുട്ടിയുടെ ശരീരത്തിലും ഉണ്ടായിരുന്നത്. എന്നാൽ ആ പെൺകുട്ടിയെ ഞാൻ വർഷങ്ങൾക്ക് മുൻപേ കൊലപ്പെടുത്തിയതാണല്ലോ. അതേ പെൺകുട്ടി എങ്ങനെ ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് അയാൾ കൺഫ്യൂഷനിലാകുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ തലയിൽ നിന്ന് ബ്ലഡ് വരുന്നു. അയാളുടെ കയ്യിൽ ചുറ്റികയുമുണ്ട്. അയാൾ ആദ്യം ചെയ്ത കൊലപാതകം ഇങ്ങനെയാണ് ചെയ്തത്, ചുറ്റിക കൊണ്ട് തലക്കടിച്ചാണ്. എന്നാൽ ഇപ്പോൾ ആ പെൺകുട്ടി മരിച്ചത് മയക്കുമരുന്ന് ഓവർഡോസ് ആയിട്ടാണ്. എന്നാൽ അവളുടെ തലയിൽ ബ്ലഡ് വരുന്നു, അയാളുടെ കയ്യിൽ ചുറ്റികയിരിക്കുന്നു. അയാൾക്കൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് മരിച്ചുപോയ ആ പെൺകുട്ടി പെട്ടെന്ന് കണ്ണു തുറന്ന് പാട്രിക്കിനെ നോക്കിക്കൊണ്ടിരുന്നു. അത് പാട്രിക്കിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അയാൾ നടുങ്ങിത്തെരിക്കുന്നു. അപ്പോൾ അവൾ പാട്രിക്കിനോട് പറയുന്നു, വളരെ മോശമായ കാലാവസ്ഥയായതിനാൽ നിങ്ങളുടെ കാറിൽ എൻ്റെ ഹോട്ടൽ വരെ ഡ്രോപ്പ് ചെയ്യുമോ? അപ്പോൾ പാട്രിക് വളരെയധികം ഭയന്ന് അവിടെ നിന്ന് ഓടിപ്പോകാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവിടെ വേറൊരു ലേഡി ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കഴിക്കുവാൻ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവന്നുവോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ ഭയന്ന് പുറകിലേക്ക് പോകുമ്പോൾ ആ ലേഡിയും ആ പെൺകുട്ടിയും പ്രത്യേക തരത്തിൽ ചിരിച്ചുകൊണ്ടിരുന്നു.
അയാൾ പേടിച്ചുകൊണ്ട് പോകുമ്പോൾ അയാളുടെ വീട്ടിൽ ധാരാളം സ്ത്രീകൾ ഉള്ളതായി അയാൾക്ക് കാണുന്നു. ആ സ്ത്രീകൾ എല്ലാവരെയും അയാൾ കൊല ചെയ്തതാണ്. അങ്ങനെ ഓരോ സ്ത്രീകളും പാട്രിക്കിനെ നോക്കുന്നു. പാട്രിക്ക് പേടികൊണ്ട് നടുങ്ങിത്തരിക്കുന്നു. ശരിക്കും അവിടെ എന്താണ് നടക്കുന്നത് എന്ന് വെച്ചാൽ ആ പാട്രിക്ക് ആദ്യമായി കൊല ചെയ്ത ആ പെൺകുട്ടിയെയാണ്. അതും കുറേ വർഷങ്ങൾക്ക് മുൻപ്. അതിനുശേഷം അയാൾ വളരെയധികം സ്ത്രീകളെ കൊല ചെയ്യുവാൻ തുടങ്ങുന്നു. ഇപ്പോൾ തന്നെ ഒരു സ്ത്രീ ചിപ്സ് ചോദിച്ചതിനാൽ ചിപ്സ് മേടിച്ചു കൊടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന് ആ സ്ത്രീയെയും കൊല ചെയ്തിരിക്കുന്നു. അങ്ങനെ കൊല ചെയ്ത് വീട്ടിലിരിക്കുമ്പോഴാണ് ആരോ കതകിൽ മുട്ടിയത്. അതാണ് ആദ്യമായി കൊല ചെയ്യപ്പെട്ട ആ പെൺകുട്ടിയുടെ പ്രേതം. അയാൾക്ക് കൊല ചെയ്ത പെൺകുട്ടിയുടെ മുഖം ഓർമ്മയിലുണ്ടായിരുന്നില്ല. അവളുടെ ടാറ്റു മാത്രമാണ് ഓർമ്മയിലുള്ളത്. എന്നാലും നിന്നെ എവിടെയോ കണ്ട പോലെയുണ്ടല്ലോ എന്ന് അയാൾ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അയാൾ ആദ്യമായി കൊല ചെയ്തത് ആ പെൺകുട്ടിയെയാണ്. എന്നാൽ അവളുടെ പ്രേതം നോർമലായിട്ടാണ് ഉണ്ടായിരുന്നത്. ആ പെൺകുട്ടി കുളിക്കുമ്പോൾ ബ്ലഡ് വരുന്നത് പോലെ തോന്നുമല്ലോ, അത് തലയിൽ അയാൾ അടിച്ചു കൊന്നതിനാലാണ് തലയിൽ നിന്ന് ബ്ലഡ് വരുന്നത് പോലെ തോന്നിയത്. അതുപോലെ ടൂൾസ് ബോക്സിൽ ചുറ്റികയിൽ ബ്ലഡ് അവൾക്ക് മാത്രം തോന്നിയത്. ആ ചുറ്റിക കൊണ്ടാണ് അടികൊണ്ട് അവൾ മരിച്ചുപോയത്. അവൾ ഓൾറെഡി അയാളുടെ കയ്യിൽപ്പെട്ട് മരിച്ചുപോയി എന്ന കാര്യം അറിയാതെ വീണ്ടും അയാളുടെ കയ്യിൽപ്പെട്ട് മരിച്ചുപോയി പ്രേതമായി വന്ന് ഇപ്പോൾ പാട്രിക്കിനെ ഭയപ്പെടുത്തുവാൻ തുടങ്ങുന്നു. ഈ കാര്യങ്ങൾ പാട്രിക്കും മനസ്സിലാക്കുന്നു. അയാളുടെ വീട്ടിൽ മുഴുവൻ അയാൾ കൊല ചെയ്ത സ്ത്രീകളുടെ പ്രേതങ്ങൾ ലൈനായി നിന്ന് തലയിൽ തുണിയിട്ട് മൂടിക്കൊണ്ട് നിൽക്കുന്നു. അയാൾ പേടിച്ച് പുറത്തേക്ക് പോകാമെന്ന് ട്രൈ ചെയ്യുന്നു. എന്നാൽ അയാളെ കൊണ്ട് സാധിക്കുന്നില്ല. ഒറ്റ പ്രേതങ്ങളും അയാളെ പുറത്തേക്ക് പോകാൻ അനുവദിക്കുന്നില്ല. അപ്പോൾ വീടിൻ്റെ പുറത്ത് പോലീസ് ഉള്ളതുപോലെ ലൈറ്റ് കത്തുവാൻ തുടങ്ങുന്നു. അയാൾ ആകെ ഭയന്ന് പോകുന്നു. അപ്പോൾ ആ പെൺകുട്ടിയുടെ ആത്മാവ് ആ മദ്യക്കുപ്പിയിൽ അയാളുടെ കയ്യിലുള്ള മയക്കുമരുന്ന് മുഴുവനായി ഒഴിക്കുന്നു. അതിൻ്റെ അളവ് 8 ml മുകളിലാണ്. ഇത് കുടിക്കൂ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി പാട്രിക്കിൻ്റെ വായിൽ ഒഴിച്ചു കൊടുക്കുന്നു. അയാൾ അത് മുഴുവൻ കുടിച്ചു തീർത്ത് ആ ബോട്ടിൽ താഴെ വയ്ക്കുമ്പോൾ പെട്ടെന്ന് എല്ലാം നോർമലാകുന്നു. വീട്ടിൽ കറണ്ട് വന്നിട്ടുണ്ട്. അവിടെയുണ്ടായിരുന്ന പ്രേതങ്ങളെയൊന്നും കാണുന്നില്ല. നോക്കുമ്പോൾ അയാൾ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് ഇരുന്നു കൊണ്ടിരിക്കുകയാണ്. പാട്രിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഇവിടെ എന്താണ് നടക്കുന്നത്? ആ പെൺകുട്ടിയുടെ പ്രേതം വന്ന് വളരെയധികം ടോർച്ചർ ചെയ്തുവല്ലോ, ഇപ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് ആരോ കതകിൽ തട്ടുന്നു. അയാൾക്ക് ഭയം കൂടുന്നു. ഉടനെ പോയി അയാൾ ഡോർ തുറക്കുന്നു. നോക്കുമ്പോൾ അടുത്ത വീട്ടിലെ കുട്ടികളാണ്. കതകിൽ തട്ടിയിട്ട് അവർ ഓടിപ്പോകുന്നു. അതുകൂടാതെ നല്ല മഴയും കാറ്റും ഉണ്ടായിരുന്നല്ലോ. നോക്കുമ്പോൾ പുറത്ത് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ നോർമലായിട്ടാണ് വെതർ ഉണ്ടായിരുന്നത്. അയാൾ അങ്ങനെ ഒന്നും മനസ്സിലാകാതെ നോക്കിക്കൊണ്ട് അയാളുടെ പോക്കറ്റിൽ ഒരു മയക്കുമരുന്ന് ഉണ്ടായിരുന്നല്ലോ. അതെടുത്ത് നോക്കുമ്പോൾ അത് വെറും എംപ്റ്റി ബോട്ടിലാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ എല്ലാം മദ്യക്കുപ്പിയിൽ ഒഴിച്ച് താൻ കുടിച്ചുവെന്ന് തോന്നുന്നു എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് അയാൾ ചിരിച്ചുകൊണ്ടും അത്രയ്ക്കേയുള്ളൂ, എൻ്റെ കഥ തീരുവാൻ പോകുന്നുവെന്ന് ചിന്തിച്ച് വീടിനുള്ളിലേക്ക് പോകുന്നു. അങ്ങനെ അയാൾ മരിച്ചും പോകുന്നു. അതോടുകൂടി ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. ഇപ്പോൾ നമുക്ക് 2 ഡൗട്ടുകൾ വരും. ഒന്ന്, ശരിക്കും അവിടെ ആ പെൺകുട്ടിയുടെ പ്രേതം വന്ന് പാട്രിക്കിനെ ഇങ്ങനെയെല്ലാം ചെയ്ത് ആ മയക്കുമരുന്ന് അയാളെ കൊണ്ട് കുടിപ്പിച്ചതാണോ? അതോ നടന്നതെല്ലാം പാട്രിക്കിൻ്റെ ഭാവനയാണോ? അത് അയാളുടെ ഭാവനയാണെങ്കിൽ അയാൾ കൊലപാതകങ്ങൾ ചെയ്ത് ഒരു കുറ്റബോധമുണ്ടായി അയാൾ തന്നെ എല്ലാം ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും നമുക്ക് തോന്നുന്നത് അയാൾ കുറ്റബോധത്തിലല്ല എന്നാണ്. കാരണം ലാസ്റ്റ് സീനിൽ കാണിച്ചിരിക്കുന്നത് ആ ഗ്ലാസ്സിൽ ലിപ്സ്റ്റിക് അറിയുള്ളതും അയാൾ ചിപ്സ് മേടിച്ചു കൊടുത്ത് കൊന്നില്ലേ ഒരു സ്ത്രീ, അവളുടെ ഡെഡ് ബോഡി അവിടെ ബെഡിൽ കിടക്കുന്നുണ്ടായിരുന്നു. അയാൾ കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തിരുന്നത്. ചിപ്സ് മേടിച്ചു കൊടുത്ത് ആ സ്ത്രീയെ മയക്കുമരുന്ന് കൊടുത്ത് കൊല ചെയ്ത് അയാൾ ഇരിക്കുന്ന സമയത്താണ് ആ പെൺകുട്ടിയുടെ പ്രേതം വന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ആ മയക്കുമരുന്ന് അയാളെ കൊണ്ട് തന്നെ കുടിപ്പിച്ച് ഒന്നും നടക്കാത്തതുപോലെ മറഞ്ഞു പോയിട്ടുണ്ടാകാം. അയാളും ആ മയക്കുമരുന്നിൻ്റെ ഓവർഡോസ് കാരണം മരിച്ചു പോയിട്ടുണ്ടാകും. ഇതാണ് എൻഡിങ് എന്ന് തോന്നുന്നത്. നിങ്ങൾക്കെന്താണ് അഭിപ്രായം എന്ന് അറിയിക്കണേ.